പക്ഷികളുടെ ആകാശയാത്ര. പക്ഷികളുടെ ആകാശയാത്രയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നു, അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അള്ളാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. സൂറത്തു നഹൽ 79 സൂക്തം. ഇതിനോട് സാമ്യമുള്ള മറ്റൊരു ഖുർആനിക സൂക്തമുണ്ട്. അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാർണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. സൂറത്തുൽ മുൽക്ക് 17 സൂക്തം. അറബിക് വാക്കായ അംസക്കയുടെ വാക്കർത്ഥം ഒരാളുടെ കൈവെക്കുക, പിടിക്കുക, പിടിച്ചെടുക്കുക, ആരെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നെല്ലാമാണ്. ഇവിടെയുള്ള ആശയം അള്ളാഹു തന്റെ അധികാരത്താൽ ആ പക്ഷികളെ പിടിച്ചു നിർത്തുന്നു എന്നാണ്. ഈ സൂക്തങ്ങളെല്ലാം ഊന്നി പറയുന്നത് പക്ഷികളുടെ പെരുമാറ്റത്തിൽ ദൈവിക കൽപ്പനയ്ക്കുള്ള വളരെ വലിയ ആശ്രയത്വത്തെക്കുറിച്ചാണ്. ആധുനിക ശാസ്ത്ര വിശകലനങ്ങൾ ചില വിഭാഗം പക്ഷികൾ അവരുടെ ചലനവുമായി ബന്ധപ്പെട്ട് നേടിയെടുത്ത പരിപൂർണതയെ കാണിക്കുന്നുണ്ട്. ഈ പക്ഷികളുടെ ജനിതക രേഖയിൽ നിലനിൽക്കുന്ന ദേശാടന സ്വഭാവമുള്ള ഒരു പ്രോഗ്രാമിന്റെ സാന്നിധ്യമാണ് നമുക്ക് വളരെ ചെറിയ പക്ഷികളുടെ നീണ്ട എന്നാൽ സങ്കീർണമായ യാതൊരു മുൻപരിചയവുമില്ലാത്ത, വഴികാട്ടിയില്ലാത്ത, എല്ലാം നേടാനാവുന്ന യാത്രയെക്കുറിച്ച് വിശദമാക്കി തരുന്നത്. അവർക്ക് കൃത്യമായൊരു ദിവസം തന്നെ പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. പവർ ആൻഡ് ഫ്രാജിലിറ്റി എന്ന പുസ്തകത്തിൽ പ്രൊഫസർ ഹാംബർഗർ പസഫിക്കിൽ ജീവിക്കുന്ന കുറുവാലൻ തിരുവട്ടി എന്ന പക്ഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 8 എന്ന അക്കത്തിന്റെ ആകൃതിയിൽ 15,000 മൈലുകളോളം സഞ്ചരിക്കുന്നു. ഈ പക്ഷി 6 മാസത്തോളം സഞ്ചരിക്കുന്നു. ഇവ അതിനുശേഷം പരമാവധി ഒരാഴ്ചക്കു മുന്നെയെങ്കിലും പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത്രയും സങ്കീർണമായ യാത്രയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പക്ഷിയുടെ നാഡീകോശങ്ങളിൽ തീർച്ചയായും പ്രോഗ്രാം ചെയ്തിരിക്കണം. ഇത് പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ച് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ?